ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ദേവരാജൻ അവർകൾ, ശ്രീ മാത്യു കുഴൽനാടൻ MLA, നമ്മുടെ ചുമതലയുള്ള മുൻ MLAയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ഷാനിമോൾ ഉസ്മാൻ, വേദിയിലെ ബഹുമാന്യരായ ജനപ്രതിനിധികളടക്കമുള്ള UDF നേതാക്കന്മാരെ, ബിനു അരുൺരാജ് അടക്കം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് UDF ജയിക്കണം എന്നുള്ളതിൻ്റെ ഒരു അവതരണമാണ് ശ്രീ ദേവരാജൻ ഇവിടെ നടത്തിയത്. ഒരു പേപ്പർ പ്രസൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് എന്ന് പറയുന്നതിലുപരിയായി ഒരു പേപ്പർ പ്രസൻറ്റേഷനായിരുന്നു. ജനങ്ങളുടെ കയ്യിൽ നിന്നും സമാഹരിക്കുന്ന, ഇവരായപ്പോഴത്തേക്ക് അത് പിടിച്ചു പറിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഖജനാവിലേക്ക് വരുന്ന പണം ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിടിച്ചു പറിക്കുക എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര തവണയാണ് കറണ്ട് ചാർജ് കൂട്ടിയത്, എത്ര തവണയാണ് വെള്ളക്കരം കൂട്ടിയത്, എത്ര തവണയാണ് ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്, വീട്ടുനികുതി, ഭൂനികുതി, പെർമിറ്റ് ഫീസ്. 1500 രൂപ ഉണ്ടായിരുന്ന പെർമിറ്റ് ഫീസ് ഇപ്പോൾ 15,000-17,000 രൂപ ആക്കി മാറ്റി. കോർട്ട് ഫീസ്, സാധാരണക്കാരൻ, ഒരു മലയാളത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി 35 കോടി കളക്ട് ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് എന്നാ താൻ കേസ് കൊട് എന്നാണ്. എന്നാൽ പോയി കേസ് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ കോർട്ട് ഫീസും വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണിത്. ജനങ്ങൾക്ക് ഒന്നും ഇങ്ങോട്ടില്ല, അങ്ങോട്ട് പിടിച്ചു പറിക്കുകയാണ്. ഇപ്പം പെൻഷൻ്റെ പേരിൽ വലിയ അവകാശവാദവുമായി മുഖ്യമന്ത്രിയും ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ മാത്രമായിട്ട് എടുക്കണ്ട, സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ പെൻഷൻ ഇപ്പോഴും 2 മാസം കുടിശ്ശികയാണ്. 5 മാസം കുടിശ്ശികയായിരുന്നത് ഇപ്പോൾ 3 മാസം കൊടുത്തു, ഇനി 2 മാസം ഇപ്പോഴും കുടിശ്ശികയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ, ശ്രീ KC വേണുഗോപാൽ വന്ന് ഞങ്ങളൊരു കൺവെൻഷൻ നമ്മൾ നടത്തി, ഞാനതിൽ പങ്കെടുക്കുകയുണ്ടായി, നമ്മളെല്ലാവരും ഉണ്ടായി. ആ കൺവെൻഷനിൽ ആരാ പങ്കെടുത്തത്? ഈ നിയമസഭാ മണ്ഡലത്തിലെ നിലമ്പൂരിലെ മാത്രം നിർമ്മാണ തൊഴിലാളികൾ അവരാ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കുടിശ്ശികയായിട്ട് എത്ര മാസമായി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? 16 മാസമായി. 16 മാസമായി നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഈ ക്ഷേമനിധി പെൻഷൻ, സാമൂഹ്യ പെൻഷന് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ക്ഷേമനിധിയിൽ ചേർന്നാൽ, അത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയാകട്ടെ, പിന്നെന്താണ്, കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധിയാകട്ടെ, കർഷക തൊഴിലാളി ക്ഷേമനിധിയാകട്ടെ, തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയാകട്ടെ, കയർ തൊഴിലാളി ക്ഷേമനിധിയാകട്ടെ, ഇനി ഏത് ക്ഷേമനിധി ആയാലും ആ ചേരുന്നയാൾ 60 വയസ്സ് വരെ അയാളുടെ അംശാദായം സർക്കാരിന് കൊടുക്കും. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 2 കോൺട്രിബ്യൂഷനുണ്ട്. ഒന്ന് തൊഴിലാളിയുടെ അംശാദായം, 2 ഇപ്പം നിങ്ങളൊരു വീട് വെച്ചാൽ ഇത്ര സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണെങ്കിൽ ആ വീട് വയ്ക്കുന്നയാൾക്ക് പഞ്ചായത്തിൽ നിന്നും നമ്പർ കിട്ടണമെങ്കിൽ എന്ത് വേണം? ക്ഷേമനിധിയിലേക്ക് പൈസ അടയ്ക്കണം. 2000 കോടി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ഉണ്ടായിരുന്നു പെൻഷൻ കൊടുക്കാൻ. ഗവൺമെൻറ് ആ കാശെടുത്ത് വക മാറ്റി ചെലവഴിച്ചപ്പോൾ 16 മാസമായി അങ്ങോട്ട് പൈസ കൊടുത്ത നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷനില്ല. ഇവർക്ക് നാണമുണ്ടോ, മാനമുണ്ടോ, ഉളുപ്പുണ്ടോ? 16 മാസം ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാതെ ഞങ്ങൾക്ക് പെൻഷൻ്റെ പേരിൽ വോട്ട് തരണമെന്ന് വന്ന് പറയാൻ ഇച്ചിരി ഉളുപ്പ് മാത്രം പോരാ, അതിച്ചിരി കൂടുതൽ വേണം. അപ്പം ഇതാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് ജനങ്ങളോട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു സ്ഥിതി. ഞാൻ ഷാനി ചേച്ചിക്ക് അറിയാം, ഞാൻ AICC സെക്രട്ടറിയായി 2 സംസ്ഥാനങ്ങളുടെ ചുമതലയുണ്ടായിരുന്നു, തെലങ്കാന, കർണാടക.
രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ്. ഒന്ന് സിദ്ധരാമയ്യ BJPയെ പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയായി, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി. നിങ്ങൾ ഇനിയും ഹൗസ് കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, ഡോർ ടു ഡോർ ക്യാമ്പയിൻ, നമ്മുടെ അഭ്യർത്ഥന കൊടുക്കാനും സ്ലിപ്പ് കൊടുക്കാനും ഒക്കെ നാളെയും മറ്റന്നാളും ഒക്കെ പോവും. നിങ്ങൾ ആളുകളോട് പറയണം, ഈ നിലമ്പൂരുകാർക്ക് തൊട്ടടുത്തല്ലേ മൈസൂർ, അടുത്തല്ലേ നമ്മുടെ ഗണേഷ് MLA ആയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ മൈസൂർ ഇപ്പുറത്ത്, ഗുണ്ടൽപേട്ട് വളരെ അടുത്താണ്. ഗണേഷ് പ്രസാദ് അവിടുത്തെ MLA ആണ് കോൺഗ്രസിൻ്റെ. അവിടെ പോയി ആൾക്കാരോട് ചോദിക്കണം, കർണാടകത്തിൽ ഗുണ്ടൽപേട്ടിൽ 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാണ്. കാരണം അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ സിദ്ധരാമയ്യയാണ്. 200 യൂണിറ്റിന് മുകളിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫ്രീ ആണ്. കർണാടകത്തിൽ സ്ത്രീകൾക്ക് പൊതുഗതാഗതം സൗജന്യമാണ്. സ്ത്രീകളുടെ പൈസ സർക്കാർ കൊടുക്കും, ടിക്കറ്റ് കൊടുക്കും അവരുടെ കയ്യിൽ, പക്ഷെ കാശ് ഗവൺമെൻറ് കോർപ്പറേഷന് കൊടുക്കും. അവിടെയും KSRTC ആണ്. അവിടെ ഒരു ഗൃഹലക്ഷ്മി പദ്ധതിയുണ്ട്, 2500 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും, പെൻഷൻ കൂടാതെ. നാഷണൽ പെൻഷനുണ്ട്, ഓൾഡ് ഏജ് പെൻഷനും വിഡോ പെൻഷനും ഒക്കെ, അതെല്ലാം നാഷണൽ പെൻഷനാണ്. ഇത് ഇവർ കൊണ്ടുവന്നാണ് ഇവർ പറയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഈ പെൻഷൻ്റെ എല്ലാം പേര് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ എന്നാണ്. പിന്നെ CPMകാർ ഒരു പെൻഷൻ കൊണ്ടുവന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വിശ്വസിച്ചു. എന്നാലും പറയും, ഈ പെൻഷൻ്റെ എല്ലാം പേര് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ, ഇന്ദിരാഗാന്ധി വിഡോ പെൻഷൻ, ഇതെല്ലാം. അതുപോട്ടെ, എന്തെങ്കിലും ആട്ടെ. ആ പെൻഷൻ കൂടാതെ ഈ പറഞ്ഞ ഗൃഹലക്ഷ്മി സ്കീമിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2500 രൂപ സിദ്ധരാമയ്യ ഗവൺമെൻറ് നിക്ഷേപിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ഇത് രണ്ടുമുണ്ട്. ഇത് കൂടാതെ ഒന്നും കൂടെ തെലങ്കാനയിലുണ്ട്. അവിടെ ഗ്യാസ് സിലിണ്ടർ 500 രൂപയ്ക്ക് കൊടുക്കും, ബാക്കി പൈസ ഗവൺമെൻറ് കൊടുക്കും. ഞാൻ എന്തിനാണ് ഈ താരതമ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെയും നേരത്തെ ദേവരാജൻ പറഞ്ഞതുപോലെ സർക്കാർ നികുതി പിരിക്കും ജനങ്ങളിൽ നിന്ന്, എന്നിട്ട് ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കും. ഇവിടെ ജനങ്ങളുടെ ഇന്ന് പിടിച്ചു പറിക്കും, എന്നിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ജനവിരുദ്ധ സർക്കാരിനെ വിലയിരുത്തി നിലമ്പൂരുകാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിധി എഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ 9 വർഷക്കാലമായി ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കുന്നുണ്ട്, ഈ പെൻഷൻ്റെ പേരൊക്കെ പറഞ്ഞ്. വ്യാജ പ്രചരണമാണ്. നിങ്ങളൊരു കാര്യം, ഇവിടെ ഈ 2015-ലും 2016-ലും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആരെങ്കിലും ഈ സദസ്സിലോ സ്റ്റേജിലോ ഉണ്ടോ? 15-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവർ ഇതാ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടി 18 മാസം കുടിശ്ശിക. ഞാനിപ്പോൾ മൂത്തയിടത്ത് ഞാനും സിദ്ദിഖും എല്ലാം കൂടെ നാളെ പ്രിയങ്ക ഗാന്ധി വരുന്ന പരിപാടിയുടെ ആ സ്ഥലത്ത് നിൽക്കുമ്പം MP രാജേഷ് പ്രസംഗിക്കുകയാണ്. എന്നെ കളിയാക്കാണ്, ഞാൻ കേൾക്കുന്നുണ്ട്. അവിടെ 2 പേര് അഭിനയിച്ചു, അവർ പെൻഷൻ കുടിശ്ശികയില്ല എന്നൊക്കെ പറഞ്ഞു. 18 മാസം കുടിശ്ശികയായിട്ട് ഞാൻ ചോദിക്കുന്നത്, 18 മാസം കുടിശ്ശികയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2014 ഒക്ടോബർ മുതൽ ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുന്നത് വരെ ഒരാൾക്കും പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലേ? 2015-ൽ 12 മാസവും പെൻഷൻ കിട്ടിയിട്ടില്ല. 2014-ൽ അവസാനത്തെ 3 മാസം പെൻഷൻ കിട്ടിയിട്ടില്ല. 2016-ൽ മാർച്ച് വരെ പെൻഷൻ കിട്ടിയിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ കരുതേണ്ടത്? നിങ്ങളുടെ എല്ലാം വാർഡിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ടാസ്ക് തരിക, ഈ മറ്റേ റിയാലിറ്റി ഷോയിലൊക്കെ തരുന്ന പോലെ. നിങ്ങളുടെ എല്ലാം വാർഡിൽ ഇപ്പോൾ 72 വയസ്സുള്ള ആരെങ്കിലും കാണുമല്ലോ പെൻഷൻ വാങ്ങുന്നവർ, അന്നും പെൻഷൻ വാങ്ങുന്നവർ. അവരുടെ പാസ്ബുക്ക് എടുത്തിട്ട് 2015-ൽ അവർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചുകൂടെ? 2016 ജനുവരിയിൽ അവർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിച്ചുകൂടെ? നിങ്ങൾക്ക് പരിശോധിച്ചുകൂടെ? ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചുകൂടെ? ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇവർ ഇത്ര നുണ പറയുന്നു. 18 മാസം. ഞാൻ ചോദിക്കട്ടെ, 6 മാസം ഇവർ പെൻഷൻ കുടിശ്ശികയാക്കി. അതാണിപ്പോൾ കുടിശ്ശിക തീർത്ത് 2 മാസം ആയത്. ഞാനും മാത്യു അടങ്ങുന്ന കോൺഗ്രസ്, UDF ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു നിയമസഭയിൽ. ഞാൻ നിയമസഭ രേഖ പരിശോധിച്ചിട്ട് 18 മാസം പെൻഷൻ കുടിശ്ശികയെന്ന് പറഞ്ഞിട്ട് 5 കൊല്ലം ഇവർ ഒറ്റ അടിയന്തര പ്രമേയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ കൊണ്ടുവന്നിട്ടില്ല. പച്ചക്കള്ളാണ്. ഞാനിപ്പോൾ സ്വരാജിൻ്റെ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ ബിന്ദു കൃഷ്ണയുമായി
ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പണ്ടെപ്പോഴോ പങ്കെടുത്തതാണ്. അതിപ്പോൾ ഇവർ പ്രചരിപ്പിക്കുകയാണ്. പ്രചരിപ്പിക്കുന്നതിനകത്ത് തന്നെ അബദ്ധമുണ്ട്. ഇദ്ദേഹം പറയുകയാണ്, ബിന്ദു കൃഷ്ണയോട് പറഞ്ഞ് വാദിച്ച് ജയിക്കുകയാണ്, ഉമ്മൻചാണ്ടി 18 മാസം കുടിശ്ശികയാക്കി, അങ്ങനെയാണ് 1300 കോടി രൂപ ഞങ്ങൾ കുടിശ്ശികയായി കൊടുത്തത്. ഇയാൾ തന്നെ പറയുന്നുണ്ട് അതിനകത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 34 ലക്ഷം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുത്തു. ഇനി നമ്മൾ 800ഉം 1100ഉം 1200ഉമായി വിവിധ താരിഫിലാണ് പെൻഷൻ കൊടുത്തത്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു താരിഫായിരുന്നു, 80% മുകളിൽ വൈകല്യമുള്ളവർക്ക് ഒരു താരിഫായിരുന്നു, പിന്നെ ചില പെൻഷൻ 600 800 ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ 600ഉം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റാം. ഇനി ഇവർ പറയുന്ന 600 മാത്രം ആക്കാം. കണക്കിന് വളരെ മോശമായിരുന്നു. കണക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഈ 34 ലക്ഷം ആളുകൾക്ക് 18 മാസം 600 രൂപ വെച്ച് കൊടുത്താൽ 1300 കോടി മതിയോ? ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇരുന്ന് പറയാണ് 1300 കോടി രൂപ കുടിശ്ശിക കൊടുത്തു എന്ന്. ഒരു മാസം 256 300 കോടി രൂപയ്ക്ക് അടുത്താണ്. ഈ 1300 കോടി എന്ന് പറഞ്ഞാൽ പരമാവധി 4 മാസത്തെ കുടിശ്ശികയാണ്. അത് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്നും ബാങ്കിലേക്ക് പെൻഷൻ മാറ്റിയപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 4 മാസം ഉണ്ടായ കുടിശ്ശികയാണ് ഇവർ കൊടുത്ത 1300 കോടി രൂപ. ഇദ്ദേഹം പറയുന്നു 1300 കോടി ഞങ്ങൾ കുടിശ്ശിക കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് 18 മാസം ആകുമോ? റോണി കെ ബേബി ആവോ? നിങ്ങൾ പ്രൊഫസറല്ലേ? നമ്മൾ പ്രൊഫസറൊന്നുമല്ല. മറ്റേ മാമുക്കോയ ഒരു സിനിമയിൽ ശ്രീനിവാസൻ ആശുപത്രി പോയി കിടക്കുമ്പോൾ ചോദിക്കത്തില്ല, അപ്പോൾ ചോദിക്കുമ്പോൾ പറയില്ല നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല എന്ന് പറയുന്നത് പോലെ. ഞാൻ കണക്കിൽ വിദഗ്ധനല്ല. കണക്കിൽ വിദഗ്ധരായിട്ടുള്ളവർ കൂട്ടി പറയുക 34 ലക്ഷം പേർക്ക്. ഇനി ഇവർ പറയുന്ന 600 രൂപയാണെങ്കിൽ അത് 18 മാസം കുടിശ്ശികയാണെങ്കിൽ അതിന് 1300 കോടി മതിയോ? അപ്പോൾ ഇവരുടെ കണക്കൊന്നും ശരിയാവില്ല. പക്ഷേ ഇവർക്ക് കള്ളം പറയാനുള്ള നല്ല അച്ചടി ഭാഷയിൽ ഉയർന്ന ആത്മവിശ്വാസത്തിൽ പച്ച നുണ പറയാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ യോഗ്യത. അത് മുഖ്യമന്ത്രി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ ഒരേ നുണ ആവർത്തിച്ചു പറയും. ഞാൻ നിയമസഭയിൽ ശ്രീ ബാലഗോപാലിനോട് ചോദിച്ചു, നിങ്ങൾ ഈ 18 മാസം കുടിശ്ശിക കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്ചക്കറിൽ നിന്നും 1 രൂപ എക്സ്പെൻഡിച്ചർ ആയാൽ അതിനൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാകും. നിങ്ങൾ ഈ 18 മാസം കുടിശ്ശിക കൊടുത്തതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചേക്കാം. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചാൽ എനിക്കിതൊക്കെ പറയാൻ പറ്റുമെന്നാണ് മറുപടി തന്നത്. അല്ലേ? പെട്ടെന്ന് തന്നില്ല, ഇതുവരെയും തന്നിട്ടില്ല. അപ്പം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ പെൻഷൻ ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരുമ്പോൾ പെൻഷൻ ഒരു വിഷയമാകുന്നത് എങ്ങനെയാ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരാൾക്ക് 3 പെൻഷൻ കിട്ടുമായിരുന്നു, ഇല്ലേ? വിധവാ പെൻഷൻ കിട്ടുന്നയാൾക്ക് വാർദ്ധക്യകാല പെൻഷനും കിട്ടുമായിരുന്നു. ദേ ഒരു അമ്മ തലകുലുക്കുന്ന എനിക്ക് കാണാം. ശരിയാണോ ഞാൻ പറയുന്നത്? ഒന്ന് കൈപോക്കിയ ശരിയാണെങ്കിൽ അതാണ്. അവർക്ക് ക്ഷേമനിധി പെൻഷനും കിട്ടുമായിരുന്നു. ഇപ്പോഴോ ക്ഷേമനിധി പെൻഷൻ കിട്ടുന്ന ഒരു അമ്മയ്ക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമോ? ഇല്ല. ഇവരെന്ത് പെൻഷനകത്ത് വലിയ വിപ്ലവം വരുത്തിയെന്നാണ് പറയണേ. ഈ പാവങ്ങൾക്ക് കിട്ടുന്ന 1600 രൂപയല്ലേ? ആ 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഐസക് ധനകാര്യമന്ത്രിയായപ്പോൾ എന്ത് പറഞ്ഞു? ഇതെല്ലാം ആധാർ ലിങ്ക് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു മോദി പണ്ട് അക്കൗണ്ട് തുടങ്ങി 15 ലക്ഷം ഇട്ടുതരാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തോ പൈസ ഇട്ടുതരാനാന്ന് വിചാരിച്ച് എല്ലാവരും ലിങ്ക് ചെയ്യിച്ചു. എന്തിനാ ലിങ്ക് ചെയ്തത്? ആധാർ ലിങ്ക് ചെയ്തതോടുകൂടി ഒരു ക്ഷേമനിധി പെൻഷൻ ഉള്ളയാൾ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിച്ചാൽ അപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ നിരസിക്കും. അതിനു വേണ്ടിയിട്ടാണ് ആധാർ ലിങ്ക് ചെയ്തത്. അങ്ങനെയാണ് ഐസക് ബുദ്ധി ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പാവങ്ങളുടെ 1600 രൂപ കട്ട് ചെയ്യുന്നതിനും അവരെ ദ്രോഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇനി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ 34 ലക്ഷം പെൻഷൻ ആയത് എങ്ങനെയാ? 65 വയസ്സാകണമായിരുന്നു വാർദ്ധക്യകാല പെൻഷൻ കിട്ടാൻ പണ്ട്. ഉമ്മൻചാണ്ടി അതെന്താക്കി? 60 വയസ്സാക്കി ചുരുക്കി. അപ്പോൾ ഒരു വാർഡിൽ തന്നെ പുതിയ എത്ര അപേക്ഷകരാണ് ഉണ്ടായത്? 65 വയസ്സായിരുന്നത് 60 വയസ്സാക്കി ചുരുക്കി. ഓരോ വർഷവും മസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഓരോ വർഷവും മസ്റ്റർ ചെയ്യണമായിരുന്നോ? ഇല്ല. അങ്ങനെ മസ്റ്ററിങ് കൊണ്ടുവന്നു. ഇപ്പം മസ്റ്റർ ചെയ്താലത്തെ സ്ഥിതി എന്താ? ഈ കിടപ്പ് രോഗികളൊക്കെ 3-4 മാസം ചിലപ്പോൾ മസ്റ്റർ ചെയ്യാൻ കഴിയാതെ ആകും. അവരെങ്ങനെയാലും അവരെ ചുമന്നുകൊണ്ട് അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മസ്റ്റർ ചെയ്യിച്ചാൽ മസ്റ്റർ ചെയ്യുന്ന സമയം മുതലേ പിന്നെ പെൻഷൻ കൊടുക്കത്തുള്ളൂ. ആ ചെയ്യാത്ത 4 മാസം
കൊടുക്കില്ല. അങ്ങനെ ഞാൻ എണ്ണി പറയാം. പെൻഷൻകാരോട് ഇവർ ചെയ്ത ദ്രോഹങ്ങൾ ഒരു പുസ്തകമാക്കി ഇറക്കാനുണ്ട്. എന്നിട്ടും ഞങ്ങൾ പെൻഷൻ്റെ പേരിൽ വോട്ട് പിടിക്കും എന്നാണ് ഇവർ പറയുന്നത്. പിണറായി വിജയൻ, ഞാൻ പറയട്ടെ, മലയാളികൾ ഉമ്മൻചാണ്ടിയെ ഇവർ അധിക്ഷേപിക്കുമ്പോൾ, ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചാൽ അത് നിങ്ങൾക്ക് എതിരാവത്തതേ ഉള്ളൂ. നിങ്ങൾ എത്രയോ കാലമായി നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയവരാണ്. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയെ മനുഷ്യർ മിസ് ചെയ്യുന്ന ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ഇന്നലെ ഇതുവഴി പോയപ്പോൾ പിണറായി വിജയൻ ഇവിടെ പ്രസംഗിക്കുകയായിരുന്നു. അതിനുശേഷം അതുൽ നർഗരയുടെയാണെന്ന് തോന്നുന്നു ഗാനമേള ഉണ്ടായിരുന്നു. പുള്ളി പോയി കഴിഞ്ഞപ്പോൾ ഗാനമേളയൊക്കെ വേറെ ഒത്തിരി പേര് വരികയുണ്ടായി. പ്രസീത ചാലക്കുടിയായിരുന്നോ? അതുൽ നർഗരയല്ലേ? അതുണ്ട്, എനിക്കറിയില്ല, ആരൊക്കെ ആയിക്കോട്ടെ. ഇപ്പം എനിക്ക് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എനിക്ക് പാട്ട് ഇഷ്ടമുള്ള ആളാണ്, പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്റ്റേജിലൊക്കെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനൊന്നും ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലോ? ഉമ്മൻചാണ്ടിയുടെ കാറിൽ 7 പേര് കാണും പുറയിൽ. ഒരു സൈഡിലെ ഡോർ അടച്ചാൽ അപ്പുറത്തെ സൈഡിലെ ഡോറ് തുറക്കും, അപ്പുറത്തെ സൈഡിലെ ഡോർ അടച്ചാൽ ഇപ്പുറത്തെ സൈഡിലെ ഡോറ് തുറക്കും. അങ്ങനെ ആളുകളുടെ മടിയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഈ മുഖ്യമന്ത്രി ഏതെങ്കിലും സാധാരണക്കാരന് കാണാൻ പറ്റുമോ? ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? ആ വനിതാ പോലീസുകാർ, റാങ്ക് ലിസ്റ്റുകാർ സമരം ചെയ്ത സമയത്ത് സെക്രട്ടേറിയറ്റിൽ ഞങ്ങളെല്ലാം പോയി അവരെ സമരത്തിൽ പങ്കെടുക്കാൻ. അവർ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല ഈ നാട്ടിലെ സാധാരണക്കാർക്ക്. പഴയ മുഖ്യമന്ത്രിക്ക് അപ്പോയിൻമെൻറ്റ് ആവശ്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി മരണപ്പെട്ട സമയത്ത് ഒരുപാട് അനുസ്മരണങ്ങൾ വന്നു ടി വിയിലും പത്രത്തിലുമെല്ലാം. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവെന്ന് പറഞ്ഞ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ട അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞു, എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ അയൽപ്പക്കത്തെ ഒരു ചേച്ചിയുടെ അനുഭവമാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ അയൽപ്പക്കത്തെ ഒരു സ്ത്രീ, അവരുടെ കുട്ടി ജനിച്ചപ്പോൾ അതിന് കേൾവിശക്തിയില്ല, ആ കുട്ടിക്ക് സംസാരശേഷിയില്ല. അപ്പോൾ ആരോ പറഞ്ഞു, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയാൽ കേൾവിശക്തി കിട്ടും, സംസാരശേഷിയും കിട്ടും. 5 ലക്ഷം രൂപക്കടുത്ത് ചിലവ് വരും, കോഴിക്കോട് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഈ പൈസയില്ല. ആകെ ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഒരു പരിഹാരമുണ്ടാകും. എവിടുന്നോ സംഘടിപ്പിച്ച നമ്പറിൽ അവർ ഉമ്മൻചാണ്ടിയെ വിളിച്ചു. ഉമ്മൻചാണ്ടിയുടെ അടുത്തുള്ള ആളുടെ ഫോൺ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ഇവർ കാര്യം പറഞ്ഞു, കേട്ടു അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഏത് ആശുപത്രിയിലാണ് നിങ്ങൾക്കിത് ചെയ്യേണ്ടത്? കോഴിക്കോട്ടെ ആശുപത്രിയുടെ പേര് പറഞ്ഞു. നാളെ തന്നെ അവിടേക്ക് പോയിക്കോളൂ, ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അവർ കരുതി രാഷ്ട്രീയക്കാർ പറഞ്ഞതാണ്, ശരിയാവോ തെറ്റാവോ കിട്ടുമോ? എന്തായാലും ഒരു ധൈര്യത്തിന് അവർ പോയി. ആശുപത്രിയിൽ ചെന്നാൽ ബന്ധപ്പെടേണ്ട ഒരാളുടെ നമ്പറും കൊടുത്തിരുന്നു. അവിടെ എത്തി അദ്ദേഹത്തെ വിളിച്ചു. ആശുപത്രിയുടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. ഇവരെ ആശുപത്രിയിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പരിശോധനയും നടത്തി. എന്നിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റും കുറിച്ചു കൊടുത്തു. അപ്പോഴും അവർക്ക് ആശങ്ക, ഇതൊക്കെ ചെയ്താൽ കാശ് ചോദിക്കുമോ? അവർ പേടിച്ച് അയാളോട് ചോദിച്ചു, വേണ്ട, നിങ്ങളുടെ സർജറിക്കുള്ള പൈസ ഒരാൾ മുഖേന ഉമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, നിങ്ങളിനി ഈ ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അവരുടെ കുട്ടിയുടെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്പീച്ച് തെറാപ്പി. ഈ കേട്ടാൽ ആണ് സംസാരിക്കാൻ പറ്റുക. കേട്ട് കഴിഞ്ഞു. സ്പീച്ച് തെറാപ്പിക്ക് ശേഷം കുട്ടി സംസാരിക്കാറായപ്പോൾ ആ അമ്മയ്ക്കൊരു നിർബന്ധം, ആര് കാരണമാണോ എൻ്റെ കുട്ടി സംസാരിക്കുന്നത് കേൾക്കുന്നത്, അവൻ ആദ്യം സംസാരിക്കേണ്ടത് അദ്ദേഹത്തോടായിരിക്കണം. കയ്യിലുണ്ടായിരുന്ന അതേ നമ്പറിൽ വീണ്ടും ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അവരുടെ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ആ കുട്ടി ആദ്യമായിട്ട് ഒരാളോട് ഈ ലോകത്ത് സംസാരിച്ചത് ഉമ്മൻചാണ്ടിയോടാണ്. ആ കുട്ടി അമ്മയെന്ന് വിളിച്ചു. ആ കുട്ടി ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങളും സംഗീതങ്ങളും എല്ലാം കേട്ടു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേറി. പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അവർ ഒരു ദിവസം, ഇതെല്ലാം ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എഴുതിയതാണ് കേട്ടോ, നിങ്ങളും വായിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ, വായിച്ചവർ ക്ഷമിക്കുക ഞാൻ ഒന്നുകൂടി പറയുന്നതിൽ. അവരൊരു ദിവസം പത്രം വായിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നാളെ കോഴിക്കോട്ട് എന്ന് പത്രത്തിൽ വാർത്ത കണ്ടു. അടുത്തുള്ള കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, മുഖ്യമന്ത്രിയെ നാളെ എവിടെ പോയാൽ കാണാൻ പറ്റും? അവർ പറഞ്ഞു, അദ്ദേഹം രാവിലെ ഗസ്റ്റ് ഹൗസിലാണ് വരുന്നത്, അവിടുന്ന് റെഡി ആയിട്ടാണ് പരിപാടിക്ക് പോകുന്നത്, രാവിലെ പോയി ഗസ്റ്റ് ഹൗസിൽ ചെന്നാൽ കാണാൻ പറ്റും. ഇവർ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ചെന്നു.
ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ കയറി ചെല്ലുന്നതിന് ഒരു പോലീസുകാരൻ തടയില്ലല്ലോ. നായരെ കയറി ചെന്നു, അവർ പരിചയപ്പെടുത്തി. ഉമ്മൻചാണ്ടി അവരെ ആദ്യമായിട്ട് കാണുകയാണ്. അവർക്ക് ചെയ്ത സഹായങ്ങൾ, കുട്ടി സംസാരിച്ച കാര്യമെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു, സന്തോഷമായല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ മറുപടി പറഞ്ഞു. പിന്നെയും അദ്ദേഹം റെഡിയായി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴും അവർ പോയിട്ടില്ല. എന്തേ പോകുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അവർ ചോദിച്ചു, എന്താ കാര്യം? അങ്ങയോട് എനിക്ക് പറയാൻ പറ്റിയതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഈ സൗകര്യം കിട്ടിയത്. ഇത് അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. അങ്ങിപ്പോൾ മുഖ്യമന്ത്രിയല്ലേ, എന്തുകൊണ്ട് ഈ കുട്ടികളെ എല്ലാം സഹായിക്കുന്ന ഒരു പദ്ധതിക്ക് അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തുടക്കം കുറിച്ചുകൂടാ? നിങ്ങളെന്നെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, കോഴിക്കോട്ടുകാരിയായ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊരു പദ്ധതി നിർദ്ദേശിക്കുകയാണ്. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെയും റിപ്പോർട്ട് വാങ്ങാതെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി പറയുന്നു, ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ എൻ്റെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ശ്രുതി തരംഗം എന്ന പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കാറിൽ വെച്ച് തന്നെ അന്നത്തെ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീറിനെ ബന്ധപ്പെട്ടു. മുനീറിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇങ്ങനെ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ കൂടി നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മണ്ഡലത്തിൽ, ഞാനന്ന് ചെങ്ങന്നൂർ MLA ആണ്, 2 പേർ, ഒന്ന് ഒരു ജോസഫ് കുട്ടിയുടെ മകൻ, മറ്റൊന്നൊരു സുരേഷിൻ്റെ മകൻ, 2 കുട്ടികൾ കേട്ടതും സംസാരിച്ചതും ഈ ശ്രുതി തരംഗം പദ്ധതിയിൽ കൂടിയാണ്. 200 കുട്ടികളായ സമയത്ത് തിരുവനന്തപുരത്ത് ആ കുട്ടികളുടെ കുടുംബങ്ങളുടെ ഒരു സംഗമമുണ്ടായിരുന്നു. ആ സംഗമത്തിൽ കൗതുകം കൊണ്ടും താല്പര്യം കൊണ്ടും ഞാനും പോയിരുന്നു. ഞാൻ സദസ്സിലിരിക്കുകയാണ്. മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാർ, മുനീർ സാഹിബ്, KM മാണി അടക്കമുള്ള മന്ത്രിമാരെല്ലാം സ്റ്റേജിൽ വന്നു. പരിപാടി അവതരിപ്പിക്കുന്ന അവതാരിക മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഈ പരിപാടികൾ ആരംഭിക്കുകയാണ്, ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. അപ്പോൾ വേദിയിലേക്ക് ഒരു കുഞ്ഞു വന്നു. എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ ഈശ്വര പ്രാർത്ഥന. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി കേൾവിശക്തിയും സംസാരശേഷിയും തിരിച്ചു കിട്ടിയ ഒരു കുട്ടി, അവൻ്റെ പേര് കുഞ്ഞ് ഷിഹാബുദ്ദീൻ എന്നാണ്. ആ കുട്ടി പാടി, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. അവിടെ ഇരുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണ് നനച്ച ഒരു ഈശ്വര പ്രാർത്ഥനയായിരുന്നു അത്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു ജനത ഒരു ഭരണാധികാരിയെ മിസ് ചെയ്യുന്നത് അവർ മറ്റൊരു ഭരണാധികാരിയെ കാണുമ്പോഴാണ്. നോക്കൂ, ഇവിടെ ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിന് നേരെ പ്രതിഷേധിക്കുന്ന ആളുകളെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് അക്രമികളെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ആ കേസിലെ പ്രതി പിന്നീട് അദ്ദേഹത്തെ കാണാൻ ചെന്നു. അയാളെ പിന്നീട് CPMകാർ കൊല്ലാൻ ശ്രമിച്ചു. റഫീഖ് തലശ്ശേരിയിൽ. ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു പ്രശ്നവുമില്ല. വക്കീലിനോട് പറഞ്ഞു, അതിനകത്ത് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി. ഞാൻ ഇത്രയും ദീർഘമായി സൂചിപ്പിച്ചത്, ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് കേട്ട തദ്ദേശ മന്ത്രിയും അതുപോലെയുള്ള ആളുകളുമൊക്കെ ശ്രമിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്, ഈ ഭരണത്തോട് എനിക്കുള്ള ഏറ്റവും വലിയ വെറുപ്പ്, പ്രതിഷേധം കറണ്ട് ചാർജ് കൂട്ടിയതിൻ്റെ പേരിലോ, വെള്ളക്കരം കൂട്ടിയതിൻ്റെ പേരിലോ, ഭൂനികുതി കൂട്ടിയതിൻ്റെ പേരിലോ, കെട്ടിട നികുതി കൂട്ടിയതിൻ്റെ പേരിലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചതിൻ്റെ പേരിലോ, ആശാസമരക്കാരെ അവഗണിച്ചതിൻ്റെ പേരിലോ, അംഗനവാടിക്കാർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കാത്തതിൻ്റെ പേരിലോ, പാചക തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിലോ ഒന്നുമല്ല. ഇതിൽ പ്രതിഷേധമില്ലാഞ്ഞിട്ടല്ല. ഏറ്റവും വലിയ പ്രതിഷേധം കേരളത്തെ ലഹരി മാഫിയയ്ക്ക് സർവതന്ത്ര സ്വതന്ത്രരായി
അഴിഞ്ഞാടാൻ കേരളത്തെ അനുവദിച്ചതിൻ്റെ പേരിലാണ്. പത്രം തുറന്നാൽ ലഹരി മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തയില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? പണ്ടൊക്കെ കോളേജിലായിരുന്നു ഒന്നോ രണ്ടോ ആളുകൾ, ഇന്ന് സ്കൂളിലാണ്, ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ MDMA വ്യാപകമായി കുട്ടികൾ ഉപയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ സ്വത്തുക്കളാണ്, നമ്മുടെ പ്രതീക്ഷകളാണ്. ആ കുഞ്ഞുങ്ങൾ ഈ ലഹരി മാഫിയയുടെ വലയിൽ അവരകപ്പെടുകയാണ്. ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ഈ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പേട്രണേജിലല്ലേ ഈ ലഹരി മാഫിയ സംഘം കേരളത്തിൽ തഴച്ചു വളർന്നത്? ഞാൻ ആ വിഷയത്തിൽ 2 അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ്. 2 വർഷം മുമ്പ് ആദ്യത്തെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ, ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകരുടെ അടുക്കൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞ പള്ളിക്കൂടങ്ങളുടെ പേര് ഞാൻ പറഞ്ഞില്ല. കാരണം അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ചീത്ത പേരാകും. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം സംശയദൃഷ്ടിയോടുകൂടി ആൾക്കാർ നോക്കും. സംഭവങ്ങൾ പറഞ്ഞു, സ്കൂളിൻ്റെ ഒന്നും പേര് പറഞ്ഞില്ല. മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു കാര്യവും ഉണ്ടായില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. എല്ലാം പ്രഹസനമായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നിയമസഭയിൽ അതേ ലഹരി വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ക്രൈമായി, ഡ്രഗ് റിലേറ്റഡ് ക്രൈമിൻ്റെ വാർത്തകൾ വരികയാണ്. നമ്മുടെ തൊട്ടടുത്ത് കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു ഉമ്മ, അവരുടെ ഭർത്താവ് കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ച് പോയതാണ്. 1.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അവനെ വളർത്തിയത് ആ ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ്. 20 വയസ്സായി അവർക്ക് ക്യാൻസർ രോഗമായി. അവർക്കൊരു ശസ്ത്രക്രിയ ഉണ്ടായി. നിങ്ങൾ 2 പേരും ഒറ്റക്കല്ലേ വീട്ടിൽ, എൻ്റെ വീട്ടിൽ വന്നു നിൽക്കൂ എന്ന് അനുജത്തി പറഞ്ഞു. അങ്ങനെ ഇവർ അനുജത്തിയുടെ വീട്ടിൽ പോയി നിൽക്കുകയായിരുന്നു. ഒരു ദിവസം മകൻ ചെന്നു അടുത്ത വീട്ടിൽ പോയി ഒരു വെട്ടുകത്തി ചോദിച്ചു. എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ കരുക്ക് ചെത്താനാണെന്ന് പറഞ്ഞു. ആ വെട്ടുകത്തിയുമായി വന്ന മകൻ ആ വീട്ടിനകത്ത് കയറി സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്തെടുത്തു. ചോര പുരണ്ട കത്തിയുമായി പുറത്തേക്ക് വന്നവൻ കൂടി നിന്ന ആളുകളോട് പറഞ്ഞു, എന്നെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്കടിമകളായി മനുഷ്യരല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വന്തം നിയോജക മണ്ഡലമായ കുണ്ടറയിൽ 22 വയസ്സുള്ള ഒരു കുട്ടി മയക്കുമരുന്ന് വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാത്ത അമ്മയെ തലക്കടിച്ച് വീഴ്ത്തി. തലക്കടിച്ച് അമ്മയ്ക്കൊന്ന് വലിച്ചൊരു മുറിയുടെ മൂലയിലാക്കി. ഒന്നും അറിയാതെ കയറി വന്ന മുത്തശ്ശനെയും തലക്കടിച്ച് വീഴ്ത്തി അദ്ദേഹത്തെയും കൊന്നു. പിന്നീട് അവനെ പോലീസ് പിടിച്ചു, ചോദ്യം ചെയ്തു. എപ്പോഴാണ് അമ്മയെ കൊന്നത്? 3:30 മണിക്ക്. പിന്നെ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു. എത്ര മണി വരെ? രാത്രി 8:30 വരെ. അതുവരെ എന്ത് ചെയ്തു? കുറേ നേരം അവിടെ ഇരുന്നു, പാട്ട് കേട്ടു. വിശന്നപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു. നൊന്തു പ്രസവിച്ച മാതാവിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്തിരുന്ന് അവൻ കൊന്ന ആ മൃതശരീരത്തിൻ്റെ അരികയിലിരുന്ന് പാട്ടും കേട്ട് മുട്ട ഓംലെറ്റ് കഴിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. കാരണം ലഹരി അവരെ മനുഷ്യരല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. പാറശാലയിലെ ഒരു കുട്ടി MBBS വിദ്യാർത്ഥിയാണ്. പഠിച്ച് പാസ്സായി നാടിന് അഭിമാനമായ ഒരു ഡോക്ടറാകേണ്ടവനാണ്. സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്നു. അവൻ്റെ അച്ഛൻ്റെ അനിയനെ അവൻ തന്നെ വിളിച്ചു, ചിറ്റപ്പ വീട്ടിലേക്കൊന്ന് പോയി നോക്ക്, ഞാൻ അച്ഛനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൻ തന്നെയാണ് ഫോണിൽ വിളിച്ച് പറയുന്നത് അച്ഛൻ്റെ അനുജനോട്. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു അമ്മയുടെ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖം വായിച്ചിട്ട് എനിക്ക് തന്നെ മേലുപെരുത്തു. ആ അഭിമുഖം ഞാൻ നിയമസഭയിൽ എൻ്റെ പ്രസംഗത്തിൽ വായിച്ചു. ആ അമ്മ പറയുകയാണ് മാധ്യമപ്രവർത്തകനോട്, രാത്രി വൈകിയാൽ എൻ്റെ മകൻ വീട്ടിലെത്തും. അവൻ കതകിന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ കാണുന്നത് അമ്മയായിട്ടല്ല, അവൻ്റെ അച്ഛൻ വിദേശത്താണ്. ഇക്കാര്യങ്ങൾ പറയാൻ എനിക്ക് പേടിയാണ്. ഇതറിഞ്ഞാൽ അവിടെ വെച്ച് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും. ഇങ്ങനെ നെഞ്ചു നീറി കഴിയുന്ന എത്ര അമ്മമാർ ഈ നാട്ടിലുണ്ട്. ഈ ഗവൺമെൻറ്
ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ലഹരി മാഫിയയ്ക്ക് സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടി ഒരു സമൂഹത്തെ, ഒരു സംസ്ഥാനത്തെ തുറന്നുകൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സർക്കാരിനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണി വിചാരണ ചെയ്യണം. വെറുതെ വിടാൻ പാടില്ല. വോട്ട് ചോദിച്ച് ഏതെങ്കിലും മന്ത്രി വന്നാൽ വിചാരണ ചെയ്യണം. ഓരോ വീട്ടിലും വിചാരണ മുറികളുണ്ടാകണം. അത്രമേൽ അപരാധം ഒരു സംസ്ഥാനത്തോട് ചെയ്ത ഒരു ഭരണകൂടത്തോടുള്ള പ്രതിഷേധത്തെ അടയാളപ്പെടുത്താനുള്ള ഒരവസരമായി കൂടി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. പ്രിയങ്കരനായ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പ്രിയങ്കരനായ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ PK ഫിറോസും കടന്നു വരുന്നു. നേതാക്കന്മാരെല്ലാം വരികയാണ്. അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നപ്പോൾ ജ്യോതിർഗമയ സമീക്ഷ പോലെയുള്ള അന്തർദേശീയ ശ്രദ്ധയെ ആകർഷിച്ച പരിപാടികൾ നിലമ്പൂർ നഗരസഭയിൽ നടപ്പിലാക്കിയ നഗരസഭയുടെ ചെയർമാനായിരുന്നു. ഒരു സംശയവും വേണ്ട, അദ്ദേഹം MLA ആകും, ഒരു സംശയവുമില്ല. അദ്ദേഹം MLA ആകുമ്പോൾ കേരള നിയമസഭയിലെ ഏറ്റവും മികച്ച MLA ആകാൻ 8 മാസം കൊണ്ട് അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കുന്നവർക്ക് ആർക്കും ഒരു പിരിമുറുക്കവും വേണ്ട. അഹങ്കരിക്കുകയാണെന്ന് ആരും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. 25,000-ൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഞെങ്ങിയും ഞെരുങ്ങിയൊന്നും അല്ല ഇവരെ നമുക്ക് തോൽപ്പിക്കേണ്ടത്. പുതുപ്പള്ളിയിൽ 37,000 ആണെങ്കിൽ, തൃക്കാക്കരയിൽ 25,000 ആണെങ്കിൽ, പാലക്കാട്ട് 18,000 ആണെങ്കിൽ TV ഒന്നും കണ്ടിട്ട് ആർക്കും BP ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതിൻ്റെ അപ്പുറമായിരുന്നു പാലക്കാട്ട്. എല്ലാ മാധ്യമങ്ങളും മത്സരിക്കുകയായിരുന്നു. അവർക്കതിന് കാരണവുമുണ്ട്. കിഫ്ബിയുടെ പേരിൽ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാർ പണം കൊടുക്കുന്നുണ്ട്. ഞാൻ പരസ്യമായിട്ട് പറയാൻ തീരുമാനിച്ചിരിക്കുക. നമ്മളിതല്ല ആരോപണം ആയിട്ട് തന്നെ പറയുകയാണ്. ഇവരെല്ലാം പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പണം വാങ്ങി ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. മോദിക്ക് വേണ്ടിയിട്ട് ദേശീയ മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് അങ്ങനെയായിരുന്നു. ആ മോഡലാണ് ഇവിടെ, മോദി മോഡൽ. മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുക, പല രൂപത്തിൽ പണം കൊടുക്കുക, എന്നിട്ട് അവരുടെ സഹായം ഈ രൂപത്തിൽ. അതിന് 2 കാര്യമാണ്: ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ മറച്ചു പിടിക്കുക, പ്രതിപക്ഷത്തിനെതിരെ വാർത്തയുണ്ടാക്കുക. ഇതാണ് അവരുടെ പരിപാടി. പാലക്കാട്ട് ഇലക്ഷന് നെൽകർഷകരുടെ ദുരിതം ഏതെങ്കിലും മാധ്യമത്തിൽ ചർച്ചയായിരുന്നോ? നിലമ്പൂരിൽ വന്യമൃഗശല്യം ഏതെങ്കിലും മാധ്യമത്തിന് ചർച്ചയാണോ? നിർമ്മാണ തൊഴിലാളിക്ക് 16 മാസം പെൻഷൻ കിട്ടിയത് ഏതെങ്കിലും ഒരു നിർമ്മാണ തൊഴിലാളിയുടെ അഭിമുഖം എടുക്കാൻ ഏതെങ്കിലും ചാനലുകാരൻ പോയോ? അത് ചർച്ചയാണോ? അതുകൊണ്ട് ഇതൊക്കെ അവർ പറഞ്ഞോട്ടെ. മാധ്യമങ്ങൾ എന്തു വേണേലും പറഞ്ഞോട്ടെ. മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഒന്നുകൂടി പോകാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണിത്. ഇത്രയെല്ലാം തലകുത്തി നിന്നിട്ടും നമ്മൾ ഈ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ പരാജയപ്പെടുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരുപാട് വേറെയും മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ തള്ളിക്കളയുന്നില്ല. നിങ്ങൾ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വഴി നോക്കാം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. കോൺഗ്രസ് പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് ഭാരത് ജോഡോ യാത്ര കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഭാരത് ജോഡോ യാത്ര കണ്ടെയ്നർ യാത്രയാണെന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം. ഞാൻ ഭാരത് ജോഡോ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പൊറോട്ടോ യാത്രയാണ് അല്ലേ? പൊറോട്ട യാത്ര, കണ്ടെയ്നർ യാത്ര എന്ന് പരിഹസിച്ചവർക്ക് കൂടി തിരിച്ചടി കൊടുക്കാൻ മതേതര വിശ്വാസികൾക്ക് ലഭിക്കുന്ന അവസരമായിട്ട് കൂടി ഇതിനെ കണക്കാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഉത്തരവാദികളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ജാഗ്രതയോടുകൂടി ഈ വാക്കുകളെ കേട്ടതിന് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.